ഇന്നലെ വളരെ അസാധാരണമായ രീതിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധവും അതിനെ നേരിട്ട പോലീസ് രീതിയും ഒക്കെ വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് പാർലമെന്റ് ഉള്ള ദിവസമാണ്. ഇന്ന് ഈ വിഷയത്തിൽ എന്ത് നിലപാട് കേന്ദ്രം സ്വീകരിക്കും, പ്രതിപക്ഷം ഇനി ഈ വിഷയത്തിൽ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് നമ്മൾ ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂർ. നോക്കൂ, CJP സമരവും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാക്കിയേക്കും. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിന് പിന്നാലെ പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയാകാമെന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താൻ എന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ആരോപണം. വിദ്യാർത്ഥികളെ രാഹുൽ രാഷ്ട്രീയ ആയുധമാക്കി എന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. അതേസമയം തന്നെ പോലീസ് നടപടികളെ ഭയക്കാതെ സമരമുഖത്ത് തുടരുകയാണ് CJP അനുകൂലികൾ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശരത് ലാൽ, ഗുഡ് മോർണിംഗ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു മിന്നൽ നീക്കം കണ്ടു. ഒരു അസാധാരണ സാഹചര്യം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കണ്ടു. കഴിഞ്ഞ ഏറെക്കുറെ ഒരു മാസമായിട്ട് CJP സമരം തുടരുന്നുണ്ട്. ജന്തർ മന്ദറിൽ അവരുടെ സമരത്തെ നേരിട്ട പോലീസ് രീതിയും വിമർശനവും ഒക്കെ വ്യാപകമായി ഉണ്ടാകുന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വലിയ മാർച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, വലിയ പ്രതിഷേധമുണ്ടായത്. അതിനെ പോലീസ് നേരിട്ട രീതിയും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നാൾ ഈ വിഷയത്തോട് കണ്ണടച്ചിരുന്ന കേന്ദ്രം ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെയും ചെയ്ത് കഴിഞ്ഞില്ലേ, ഞങ്ങൾ കുറ്റക്കാരായ 13 പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തില്ലേ, ഞങ്ങൾ NDA പുനഃസംഘടിപ്പിച്ചില്ലേ എന്ന ചോദ്യങ്ങൾ പറഞ്ഞ് പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന കേന്ദ്രം ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ച പോസിറ്റീവായിട്ടൊരു കാര്യം. ഇന്നും പാർലമെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിഷയം ശക്തമായി ഉന്നയിക്കപ്പെടും, പ്രതിപക്ഷം പറയും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാനിടയുണ്ട് ശരത്ത്? ഒപ്പം തന്നെ ഡൽഹിയിലെ ഒരു പൊതു സാഹചര്യം എന്താണ് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ? ഗുഡ് മോർണിംഗ് സരിലക്ഷി. ഞാനിപ്പോൾ നിൽക്കുന്ന ജന്തർ മന്ദറിൻ്റെ CJPയുടെ സമരമുഖത്താണ്. നമുക്ക് കാണാം ഈ രാവിലെ 7 മണിക്കും 5000-ഓളം യുവാക്കൾ ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുന്നു. കാരണം വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് രാവിലെയും ഇപ്പോൾ ഇത് തന്നെയാണ് ഡൽഹിയിലെ സ്ഥിതി. ഡൽഹിയിൽ ഇത്തരം സംഘർഷാവസ്ഥ നിൽക്കുന്നു. കാരണം ഇത്രയധികം ഇന്നലെ രാത്രി തന്നെ വളരെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന നിലയിലായിരുന്നു. എന്നാൽ അവിടെയും സമന്വയം പാലിക്കാൻ യുവാക്കൾ തയ്യാറായി. ഇപ്പോൾ ജന്തർ മന്ദറിലെ അവസ്ഥ. രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ ജന്തർ മന്ദറിലെ അവസ്ഥയാണിത്. അത്രത്തോളം 5000-ഓളം വിദ്യാർത്ഥികൾ അല്ലെ യുവാക്കൾ CJP പ്രവർത്തകർ ഇവിടെയുണ്ട്. അത് തന്നെയാണ് എന്താണ് പോലീസിന് അറിയാൻ കഴിയാത്തത് എന്നുള്ള കാര്യം, എന്താണ് പോലീസിന് ചെയ്യാൻ കഴിയുക എന്നത് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് യുവാക്കൾ അല്ലെങ്കിൽ CJP മുഴുവൻ ആൾക്കാരും ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രക്ഷോഭത്തിന് ഒരു തരി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിൽ നടക്കുമ്പോൾ പാർലമെന്റിൽ ഇത് വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സേതുലക്ഷ്മി പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ മിന്നൽ സമരം, ഈ മിന്നൽ സമരത്തിനെതിരെ, അതായത് മിന്നൽ സമരത്തിന്റെ ഒരു അലയൊലികൾ ഇന്ന് പാർലമെന്റിൽ ഉണ്ടാവും. കാരണം അത് ഇന്നലെ മന്ത്രിമാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, കസ്റ്റഡിയിൽ നിന്ന് 4 മണിക്കൂറിലെ കസ്റ്റഡിക്ക് ശേഷം പുറത്തു വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും കാര്യം ഇതാണ് ഡൽഹിയിലെ അവസ്ഥ. ഡൽഹിയിൽ പാർലമെന്റിലേക്കുള്ള എല്ലാ കവാടങ്ങളും ഡൽഹി അടച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡൽഹിയിലേക്കുള്ള, അതായത് ഹരിയാന അല്ലെങ്കിൽ നോയിഡ, ഉത്തർപ്രദേശ് എന്നിവിടെ നിന്നുള്ള ഡൽഹിയിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് മാത്രം വിടുന്ന ഒരു കാര്യത്തിലുണ്ട്. ഇനി ഒരു റിസ്കിന് ഞങ്ങൾ തയ്യാറില്ല എന്നതാണ് വ്യക്തമായിട്ട് തന്നെ ഡൽഹി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം രാവിലെ തന്നെ ഇങ്ങോട്ട് ഇവിടെ ഇത്ര പേരെത്തിയിരിക്കുന്നു അതിരാവിലെ തന്നെ. കാരണം എന്തിലാണ് കാര്യങ്ങൾ? मैडम कब सुबह आया जी सुबह आया हाँ जी सुबह आज आया और कल आया? नहीं, कल भी आई थी, आज भी आई हूँ. हाँ सर, आना तो जरूरी है ही. बीइंग इट्स नॉट अबाउट कि सिर्फ आप नीट एग्जाम दे रहे हैं तो इसीलिए आप यहाँ आए. आपको इसलिए आना जरूरी है बिकॉज यू आर अ सिटीजन ऑफ दिस कंट्री एंड द गवर्नमेंट इज हाईली अकाउंटेबल टू द पीपल. वी आर द टैक्स पेयर्स. हम लोग को इस तरीके से भगाया जा रहा है, लाठी चार्ज किया जा रहा है. फॉर व्हाट? वी आर नॉट आस्किंग एनीथिंग इलीगल.
ट्रांसपेरेंसी मेंटेन करना हमारे साथ गवर्नमेंट का एक स्पेसिफिक അത് തന്നെയാണ് പിന്നെ ശ്രീലക്ഷ്മി പറയുന്നത്. രാവിലെ തന്നെ ഇത്തരമാണ് ഇതാണ് കാരണം രാഷ്ട്രീയമില്ലാത്ത അല്ലെ രാവിലെ തന്നെ എന്ത് അല്ലെങ്കിൽ ലാത്തിച്ചാർജ് കണ്ടിട്ടും അല്ലെങ്കിൽ പോലീസ് നടപടി കൊണ്ട് ഭയപ്പെടാതെ രാവിലെ തന്നെ ആ വ്യക്തി അതായത് സമര രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ. കാരണം CJPയുടെ അല്ലെങ്കിൽ CJPയുടെ സമരം തുടങ്ങിയ ശേഷം ഇത്തരമൊരു അവസ്ഥ ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. കാരണം അത് വല്ലാത്തൊരു രീതിയിൽ തന്നെ നിശ്ചയമായും ശരത്ലാൽ അവരുടെ സമരത്തെ അടിച്ചമർത്തിയ രീതി അത് അവിടെയാണ് കേന്ദ്രത്തിന് പിഴച്ചത്. ഇവർക്ക് ഭക്ഷണം എത്തിച്ചില്ല, വെള്ളം എത്തിച്ചില്ല, അത് എത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ തകർക്കാൻ ശ്രമിച്ചത് മാത്രമല്ല സമാധാനപരമായിട്ട് നടന്ന ഒരു സമരത്തെ എങ്ങനെ അലങ്കോലമാക്കാം എന്ന തരത്തിലേക്ക് പോയി കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ. ശരത്ത് ഒരൊറ്റ കാര്യം കൂടി, ഇപ്പം ഈ കുട്ടികൾ അതായത് 20 വയസ്സിൽ താഴെയുള്ള ഒരു കൂട്ടം കുട്ടികളാണ് അവിടെ ഈ സമരം അതല്ലെങ്കിൽ 20-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൂട്ടം കുട്ടികളാണ് ഈ രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസമില്ലാതെ ഞങ്ങൾ ആരെ വിശ്വസിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഈ സമരം ഇരിക്കുന്നത്. ഈ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരിനെ കുടപിടിക്കുന്ന നിലപാടായിരുന്നു അവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു കാര്യം ആ നിലയ്ക്കായിരുന്നു. ഇന്നലെയാണ് കുറച്ച് ദേശീയ മാധ്യമങ്ങളുടെ ക്യാമറയൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ എന്താണ് സ്ഥിതി? ഏതെങ്കിലും ദേശീയ മാധ്യമങ്ങൾ ആ പരിസരത്തൊക്കെ ഉണ്ടോ? വളരെ രസകരമായ സാധനമാണ്. ദേശീയ മാധ്യമങ്ങളുണ്ട്. ദേശീയ മാധ്യമങ്ങളുടെ ഉള്ള എതിർപ്പ് വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്നതിനാൽ ദേശീയ മാധ്യമങ്ങൾ അവരുടെ ലോഗോ ഒഴിവാക്കിയാണ് ഇവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നത്. കാരണം ലോഗോ ഇല്ല. കാരണം ദേശീയ മാധ്യമങ്ങൾ ലോഗോ ഇല്ലാതെ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ജന്തർ മന്ദിറിൽ NDTV അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ പേരെടുത്ത് പറയാം. ഈ മാധ്യമങ്ങളെ റിപ്പബ്ലിക് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ മൈക്ക് ID ഊരി മാറ്റിക്കൊണ്ട് സാധാരണ മൈക്ക് ഉപയോഗിച്ച് മാത്രമാണ് അല്ലെങ്കിൽ യൂട്യൂബ് പോലെ പിന്നെ മോജോ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യൻ മീഡിയനെ മാത്രമാണ് ഇവർ അതായത് നമ്മൾ മാത്രമായിരുന്നു ഇത് ആദ്യം മുതലേ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിഷയമല്ലേ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സൗത്ത് ഇന്ത്യൻ അത് മലയാള മീഡിയ തന്നെ എന്നതാണ് ഇവർ നമുക്ക് നൽകുന്നത്. ശരത്തിലേക്ക് മടങ്ങിയെത്താം.